അജാക്സിലെ XML HTTP റിക്വസ്റ്റിനെ കുറിച്ചാണ് നോക്കാൻ പോണത്. അപ്പോൾ അജാക്സ് എന്ന് പറഞ്ഞാൽ പാർഷ്യൽ പേജ് അപ്ഡേറ്റ് നമുക്ക് പോസിബിൾ ആയിരിക്കും എന്നാണ്. ഒരു കൺവെൻഷണൽ പ്രോഗ്രാമിംഗ് സ്റ്റൈലിലാണെങ്കിൽ ഫുൾ പേജ് നമുക്ക് റീലോഡ് ചെയ്തിട്ടാണ് നമുക്ക് ഔട്ട്പുട്ട് ഡാറ്റാസ് വരുന്നത്. പക്ഷെ അജാക്സ് പഠിക്കുന്നതോടുകൂടി നമുക്ക് ഒരു പേജിന്റെ ഒരു പോർഷൻ മാത്രം നമുക്ക് റിഫ്രഷ് ചെയ്ത് അത് ഡാറ്റാസ് നമുക്ക് തരാനായിട്ട് സാധിക്കും. എക്സാക്ട്ലി നമ്മൾ പറയുവാണെങ്കിൽ യൂസർക്ക് അറിയുന്നില്ല എന്തെങ്കിലും സെർവറിലേക്ക് ട്രാൻസ്മിറ്റ് ആയിട്ടുണ്ടോ എന്നുള്ളത്. ഒരു അജാക്സ് ഡീൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് XML HTTP, അജാക്സ് റിക്വസ്റ്റ്, അജാക്സ് റെസ്പോൺസ്, അജാക്സ് XML. ഫസ്റ്റ് വൺ ആണ് XML HTTP റിക്വസ്റ്റ്. XML HTTP റിക്വസ്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് സെർവറിൽ നിന്നും ഡാറ്റാസിനെ റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് പേജസ് അപ്ഡേറ്റ് ചെയ്യാം റീലോഡ് ചെയ്യാതെ HTTP റിക്വസ്റ്റ് ഒബ്ജക്റ്റിന്റെ കൂടെ. അതുപോലെ തന്നെ സെർവറിന് ഡാറ്റ റിക്വസ്റ്റ് ചെയ്യാം പേജ് ലോഡ് ചെയ്തതിന് ശേഷം. അതുപോലെ തന്നെ സെർവറിലേക്ക് ഡാറ്റ റിക്വസ്റ്റ് കൊടുക്കാം. അതുപോലെ തന്നെ സെർവറിൽ നിന്ന് ഡാറ്റ റിസീവ് ചെയ്യാം. അതുപോലെ തന്നെ ആ ഡാറ്റനെ സെർവർ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് എടുക്കാം. അപ്പൊ നമ്മൾക്ക് എങ്ങനെ ഒരു XML HTTP റിക്വസ്റ്റ് ചെയ്യണം എന്നുള്ളതിന്റെ ഒരു സിൻടാക്സ് ആണ് ഇവിടെ പറയുന്നത്. ആദ്യം നമ്മൾ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യും, ഒരു പുതിയ XML HTTP റിക്വസ്റ്റ് ഉണ്ടാക്കി, പിന്നെ ആ XHTTP വഴി ആ റിക്വസ്റ്റ് ഒബ്ജക്റ്റിന്റെ സ്റ്റേറ്റ് ചേഞ്ച് ആണെങ്കിൽ ഏത് ഫംഗ്ഷനാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് കൊടുക്കും. ഇനി ആ ഫംഗ്ഷന്റെ അകത്ത് നമുക്ക് നോക്കേണ്ടത് അതിന്റെ റെഡി സ്റ്റേറ്റ് ശരിയായിട്ടുണ്ടോ, കുറച്ച് വാല്യൂസ് ഉണ്ട് അതിന്, അതും അതുപോലെ തന്നെ അതിന്റെ സ്റ്റാറ്റസും ഓക്കെ ആണോ. അങ്ങനെയാണെങ്കിൽ എന്ത് ആക്ഷൻ ആണ് ഇവിടെ പെർഫോം ചെയ്യേണ്ടതെന്ന് നമുക്ക് ആ ഫംഗ്ഷന്റെ അകത്ത് എഴുതി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഈ ഫംഗ്ഷന്റെ അകത്ത് നമുക്ക് ടെക്സ്റ്റുകൾ തനിയെ വേണമെങ്കിൽ ഔട്ട്പുട്ട് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഫയൽ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും സ്പെസിഫൈ ചെയ്യാം. XHTTP.open വഴി കൊടുത്തിട്ടുണ്ട്. ഗെറ്റ് ആ ഫയലിന്റെ പേര്, പിന്നെ ട്രൂ ആണോ ഫോൾസ് ആണോ കൊടുക്കേണ്ടത്. അങ്ങനെ ഗെറ്റ് മെത്തേഡ് വഴിയാണെങ്കിൽ നമുക്ക് സെൻഡ് മെത്തേഡ് ആണ് വിളിക്കുക. അപ്പൊ ഈ സിൻടാക്സ് അനുസരിച്ച് നമ്മുടെ ഒരു എക്സിക്യൂഷൻ വേണ്ടിയിട്ട് നമുക്കൊരു എഴുതിയിട്ടുള്ള പ്രോഗ്രാം ആണിത്. ആദ്യം നമുക്കൊരു XHTTPന്റെ ഒരു റിക്വസ്റ്റ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. അതാണ് ന്യൂ XML HTTP റിക്വസ്റ്റ് ഒബ്ജക്റ്റ്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് XML HTTP റിക്വസ്റ്റിന്റെ പ്രോപ്പർട്ടീസും മെത്തേഡ്സ് ആണ് പറയുന്നത്. ഒരു പുതിയ റിക്വസ്റ്റ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം ഫസ്റ്റ് തന്നെ. അതിന് വേണ്ടിയിട്ടാണ് ന്യൂ XML HTTP റിക്വസ്റ്റ് ഒബ്ജക്റ്റ് കൊടുത്തിട്ടുണ്ട്. അതാണ് ഇവിടെ കാണിച്ചിട്ടുണ്ട്, ന്യൂ XML HTTP റിക്വസ്റ്റ്. അങ്ങനെ നമുക്കൊരു പുതിയ വേരിയബിൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിന് നോക്കുകയാണ് ആ വേരിയബിളിന്റെ കറണ്ട് സ്റ്റാറ്റസിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടോ. അതാണ് ഓൺ റെഡി സ്റ്റേറ്റ് ചേഞ്ച്. അങ്ങനെ കറണ്ട് സ്റ്റാറ്റസിൽ നിന്നും ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. ആ ഫംഗ്ഷന്റെ ഉള്ളിൽ നമ്മൾ എഴുതിയിരിക്കുന്നത് ആദ്യമേ റെഡി സ്റ്റേറ്റ് 4 ആണോ സ്റ്റാറ്റസ് 200 ആണോ എന്നുള്ളതാണ്. അപ്പൊ ആദ്യം നമുക്ക് റെഡി സ്റ്റേറ്റ് ചേഞ്ച് എന്തെങ്കിലും സ്റ്റാറ്റസ് മാറിയിട്ടുണ്ടെങ്കിൽ എടുക്കേണ്ട ഫംഗ്ഷൻ സ്റ്റാറ്റസ് മാറി എന്ന് നമുക്ക് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓൺ റെഡി സ്റ്റേറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് പ്രോപ്പർട്ടി കൊടുക്കുന്നത്. അപ്പൊ ആ റെഡി സ്റ്റേറ്റിൽ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഏത് ഫംഗ്ഷനാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് അതിനെ എഴുതി കൊടുക്കാം. ഇനി അതിൻ്റെ അകത്ത് നമുക്ക് റെഡി സ്റ്റേറ്റിന്റെ കാര്യങ്ങൾ നോക്കിയത്, അതുപോലെ തന്നെ സ്റ്റാറ്റസും. റെഡി സ്റ്റേറ്റിന് 4 വാല്യൂസ് ആണുള്ളത്. നമ്മുടെ XML HTTP റിക്വസ്റ്റിന്റെ സ്റ്റാറ്റസ് പറഞ്ഞിരുന്ന 4 വാല്യൂസ് ആണ്. 0 ആണെങ്കിൽ റിക്വസ്റ്റ് ഇതുവരെ ഇനീഷ്യലൈസ് ആയിട്ടില്ല, 1 ആണെങ്കിൽ സെർവർ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ആയിട്ടില്ല, 2 ആണെങ്കിൽ റിക്വസ്റ്റ് റിസീവ് ചെയ്തിട്ടില്ല, 3 ആണെങ്കിൽ റിക്വസ്റ്റ് റിസീവ് ചെയ്തത് പ്രോസസ്സിംഗ് ആവണേ ഉള്ളൂ, 4 ആണെങ്കിൽ റിക്വസ്റ്റ് അവിടെ എത്തി പ്രോസസ്സിംഗ് കഴിഞ്ഞ് റെസ്പോൺസ് റെഡി ആയിട്ടുണ്ട് എന്ന് കാണിക്കുന്നതാണ്. പിന്നെ സ്റ്റാറ്റസ് ആണ്, അത് സ്റ്റാറ്റസിൽ 200 ഓക്കെ, അതായത് എല്ലാം ശരിയായി സെറ്റ് ആയിട്ടുണ്ട് എന്ന് കാണിക്കുന്നത്. 404 ആണെങ്കിൽ പേജ് കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ആദ്യമേ റെഡി സ്റ്റേറ്റും സ്റ്റാറ്റസും ശരിയായിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇവിടെ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ കൊടുക്കുന്നത് നമുക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഇപ്പൊ ഒരു ഫയൽ ഓപ്പൺ ചെയ്ത് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ടെക്സ്റ്റ് മെസ്സേജസ് കൊടുക്കാം. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു പാരഗ്രാഫിന് നമ്മൾ ഡെമോ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഉള്ളിൽ നമുക്ക് ഗെറ്റ് റെസ്പോൺസ് ഹെഡർ തരണം. അപ്പൊ നമുക്ക് ഇവിടെ നമ്മൾ ഗെറ്റ് റെസ്പോൺസ് ഹെഡർ ആണ് യൂസ് ചെയ്യുന്നത്. ദിസ് ഡോട്ട് ഗെറ്റ് റെസ്പോൺസ് ഹെഡർ ലാസ്റ്റ് മോഡിഫൈ. ഈ സ്റ്റേറ്റ്മെന്റ് എന്താ യൂസ് ചെയ്യുന്നത് എന്നാണ് നോക്കുന്നത്. അപ്പൊ ഗെറ്റ് റെസ്പോൺസ് ഹെഡറിന്റെ സിൻടാക്സ് എന്ന് പറയുന്നത്, ഗെറ്റ് റെസ്പോൺസ് ഹെഡർ മെത്തേഡ് നമുക്ക് XML HTTP റിക്വസ്റ്റ് കൊടുക്കുന്ന സമയത്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിന്റെ സിൻടാക്സ് ഒബ്ജക്റ്റ് ഡോട്ട് ഗെറ്റ് റെസ്പോൺസ് ഹെഡർ ഓഫ് നെയിം എന്നാണ് പറയുന്നത്. റെസ്പോൺസ് ഹെഡർ നമുക്ക് റിട്രീവ് ചെയ്ത് തരുന്നത് ഒരു സെർവറിനെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷനും അതുപോലെ തന്നെ കണ്ടന്റിനെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷനുമാണ്.
ഇനി ഒബ്ജക്റ്റ് നമ്മൾ ഏത് റിക്വസ്റ്റ് വെച്ചിട്ടാണ് വിളിക്കുന്നത് എന്നതിലേക്കാണ് ഒബ്ജക്റ്റ് ചൂണ്ടിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ ദിസ് ആണ് കൊടുത്തിരിക്കുന്നത്. ദിസ് എന്ന് പറഞ്ഞാൽ ഏത് ഒബ്ജക്റ്റ് വഴിയാണോ വിളിക്കുന്നത് ആ ഒബ്ജക്റ്റിലേക്കുള്ള പോയിന്റർ കൊടുക്കും. ദിസ് ഡോട്ട് ഗെറ്റ് റെസ്പോൺസ് ഹെഡർ. ഇനി നമുക്ക് ഇവിടെ നിങ്ങൾക്ക് 4 പേരുകൾ കൊടുക്കാം, 5 കൊടുക്കാം. ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ലാസ്റ്റ് മോഡിഫൈഡ് ആണ്. അപ്പൊ നെയിമിന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നിൽക്കുന്നതാണ് കണ്ടന്റ് ലെങ്ത്. അപ്പൊ റെസ്പോൺസ് ബോഡിയുടെ സൈസ് നമുക്ക് പറഞ്ഞുതരും. കണ്ടന്റിന്റെ ടൈപ്പ്, റെസ്പോൺസിന്റെ ടൈപ്പ് നമുക്ക് സ്പെസിഫൈ ചെയ്തു തരും. ഡേറ്റ്, സെർവർ ടൈം നമുക്ക് പറഞ്ഞുതരും എപ്പോഴാണ് റെസ്പോൺസ് സെൻഡ് ആയെന്നുള്ളത്. ലാസ്റ്റ് മോഡിഫൈഡ് ആണെങ്കിൽ സെർവറിന്റെ ഡേറ്റും ടൈമും നമുക്ക് എപ്പോഴാണ് റിസോഴ്സസ് ഏറ്റവും ലാസ്റ്റ് മോഡിഫൈ ചെയ്തത് എന്ന് പറഞ്ഞുതരും. പിന്നെ സെർവർ ആണെങ്കിൽ ആ സെർവറിന്റെ ടൈപ്പും വേർഷനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ എക്സാമ്പിളിനനുസരിച്ച് നമുക്ക് ഏറ്റവും ലാസ്റ്റ് എപ്പോഴാണ് റിസോഴ്സിന്റെ മോഡിഫൈ ചെയ്തത് എന്നുള്ളതിന്റെ ഡേറ്റും ടൈമും ആണ് നമുക്ക് കിട്ടുന്നത്. ഇതിന് ശേഷം നമ്മളിവിടെ നോക്കുന്നത് http.open get of ajax info.text true എന്നാണ്. അപ്പൊ ഗെറ്റ് മെത്തേഡ് വഴിയാണ്. ഇനി ഓപ്പൺ മെത്തേഡ് ആണ് നമ്മൾ നോക്കുന്നത്. ഓപ്പൺ മെത്തേഡ് കൊടുക്കുമ്പോൾ അതിന്റെ സിന്റാക്സ് മെത്തേഡ് ഉണ്ട്, URL ഉണ്ട്, അസിൻക്രോണസ് ഉണ്ട്. അപ്പൊ റിക്വസ്റ്റ് ആണ് ആദ്യം മെത്തേഡിൽ സ്പെസിഫൈ ചെയ്യുന്നത്, ദാറ്റ് ഈസ് ഗെറ്റ് ഓർ പോസ്റ്റ്. പിന്നെ നമുക്ക് ഗെറ്റ് ആയാലും പോസ്റ്റ് ആയാലും ഏത് ഫയലാണ് ഓപ്പൺ ചെയ്യേണ്ടത് എന്നുള്ളതാണ് URL, ആ ഫയലിന്റെ ലൊക്കേഷൻ ആണ് കൊടുക്കുന്നത്. പിന്നെ അസിൻക്രോണസ് ആണ്. അപ്പൊ അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന വാല്യൂസ് രണ്ടാണ്, ട്രൂവും ഫോൾസും ആണ്. ട്രൂ എന്ന് പറഞ്ഞാൽ അസിൻക്രോണസ് ആണ്, ഫോൾസ് എന്ന് പറഞ്ഞാൽ സിൻക്രോണസ് ആണ്. അതിന്റെ അർത്ഥം ട്രൂ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതായത് റിക്വസ്റ്റ് സെൻഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സെർവറിന്റെ റെസ്പോൺസ് വെയിറ്റ് ചെയ്യുന്ന, സെർവറിന്റെ റെസ്പോൺസ് കിട്ടുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് വേറെ വർക്ക്സ് ഇൻ ബിറ്റ്വീൻ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം. പക്ഷെ ഫോൾസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ റെസ്പോൺസ് കിട്ടുന്നവരെ അത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ വേറെ ജോബ്സ് ഒന്നും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ അതത്രയും നമുക്ക് റെക്കമെൻഡഡ് അല്ല. ചെറിയ റിക്വസ്റ്റുകളൊക്കെ ആണെങ്കിൽ മാത്രമാണ് നമ്മൾ ഫോൾസ് സ്പെസിഫൈ ചെയ്തുള്ളൂ. നമ്മൾ ഫോൾസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെയധികം ടൈം വേസ്റ്റേജസ് വരാണ്. ഇനി നമ്മൾ അങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് കൊടുത്തു. അതിനുശേഷം ഗെറ്റ് മെത്തേഡ് വഴിയാണെങ്കിൽ നമ്മൾ സെൻഡ് കൊടുക്കുന്നതാണ്. അപ്പൊ നമ്മൾ XHTP സെൻഡ് മെത്തേഡാണ്. ഒരു ഗെറ്റ് വഴി മെത്തേഡ് ആണെങ്കിൽ റിക്വസ്റ്റ് സെർവറിലേക്ക് പോകും. പോസ്റ്റ് വഴിയാണ് നമ്മളവിടെ കൊടുത്തിട്ടുള്ള മെത്തേഡ് ആണെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു സെർവറിന്റെ റിക്വസ്റ്റ് സ്ട്രിങ് ആയിട്ട് സ്പെസിഫൈ ചെയ്യണം. റിക്വസ്റ്റ് സ്ട്രിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഗെറ്റ് ആണെങ്കിൽ വെറുതെ സെൻഡ് എന്ന് പറഞ്ഞ് നമുക്ക് സ്പെസിഫൈ ചെയ്യണം. പക്ഷെ പോസ്റ്റ് ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു സ്ട്രിങ് എന്ത് വേണമെങ്കിലും നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്കൊരു സ്ട്രിങ് ഇതുപോലെ സ്പെസിഫൈ ചെയ്യാം. ഇപ്പൊ ഇവിടെ F നെയിമും L നെയിമും ആണ് പാസ് ചെയ്ത് കൊടുക്കുന്നത്. അതാണ് ഒരു വ്യത്യാസം. മെത്തേഡ് പോസ്റ്റും ഗെറ്റും തമ്മിലുള്ള, ഗെറ്റ് ആണെങ്കിൽ വെറുതെ സെൻഡ്, പോസ്റ്റ് ആണെങ്കിൽ സെൻഡ് ഓഫ് സ്ട്രിങ്. പിന്നെ റെസ്പോൺസ് ടെക്സ്റ്റ് ആണ്. ഇത് നമുക്ക് അവിടെ നമുക്ക് ഔട്ട്പുട്ടിൽ ഫയൽ തന്നെ ഓപ്പൺ ചെയ്ത് വരണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് ആ റെസ്പോൺസ് ചെയ്തിട്ട് എന്താണ് വരേണ്ടത് എന്നുള്ളത് ആ ഡാറ്റ സ്ട്രിങ് ആയിട്ട് എഴുതി കൊടുക്കാം. പിന്നെ റെസ്പോൺസ് XML ആണ്. അത് നമുക്ക് റെസ്പോൺസ് കിട്ടുന്നത് XML ഡാറ്റ ആണെങ്കിൽ നമുക്ക് റെസ്പോൺസ് XML എന്ന് എഴുതി കൊടുക്കാം. അപ്പോൾ ആ ഡാറ്റ നമുക്ക് XML ആയിട്ട് കിട്ടും. പിന്നെ പ്രോപ്പർട്ടിയിൽ റെഡി സ്റ്റേറ്റ് നമ്മൾ നോക്കി, ഓൺ റെഡി സ്റ്റേറ്റ് ചേഞ്ച് നോക്കി, സ്റ്റാറ്റസ് ഉണ്ട്. അപ്പൊ അതിൽ സ്റ്റാറ്റസിൽ നമുക്ക് കുറച്ചും കൂടി 200 ഓക്കെ ആണ്. 403 എന്ന് പറഞ്ഞാൽ ഫോർബിഡൻ ആണ്, ശരിയായിട്ടില്ല. 404 എന്ന് പറഞ്ഞാൽ പേജ് നോട്ട് ഫൗണ്ട്, കാണുന്നില്ല. സ്റ്റാറ്റസ് ടെക്സ്റ്റ് ആണ് പിന്നെ നമുക്കുള്ളത്. ഓക്കെ അല്ലെങ്കിൽ നോട്ട് ഫൗണ്ട് നമുക്ക് പറഞ്ഞു തരും സ്റ്റാറ്റസ് ടെക്സ്റ്റ്, ഇപ്പോഴത്തെ കറന്റ് സ്റ്റാറ്റസ്. ദീസ് ആർ അബൌട്ട് ദിസ് XML HTTP request properties as well as methods. Hope you are okay.